എലത്തൂരിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണെന്ന് തുറന്നു സമ്മതിച്ച കെ ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന NCP ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചു പറ്റിയിട്ടുണ്ട്. ഫലം അതാണല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിച്ചെന്താണ്? ആ സ്ഥാനാർത്ഥി നിർണയിച്ച് ശരിയായ സ്ഥാനാർത്ഥി ആയില്ല എന്നല്ലേ ഇനിയൊരു തെരഞ്ഞെടുപ്പ്. അത് അനാവശ്യമായൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാനുൾപ്പെടെയുള്ള നേതൃത്വത്തിനാണ് വന്നത്, അല്ലാതെ വേറെ ആർക്കും പറ്റിയെന്ന് ഞാൻ പറയില്ല. സ്ഥാനാർത്ഥിയെ മാറിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ തോറ്റതിലൂടെ ജനങ്ങൾ പറഞ്ഞത്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും എലത്തൂരിലെ തോൽവിയുടെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണെന്ന് കെ ശശീന്ദ്രൻ തുറന്നു സമ്മതിക്കുകയാണ്. എന്തെല്ലാം വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നത്? തീർച്ചയായും ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പറയുന്ന ഒരു രംഗമുണ്ട്. ഒടുവിൽ കുറ്റം സമ്മതിച്ചു അല്ലേ എന്ന് സലിംകുമാറിന്റെ കഥാപാത്രം പറയുന്നത് പോലെയാണ് കെ ശശീന്ദ്രനോട് ഒടുവിൽ പൊതുജനങ്ങൾ തന്നെ കെ ശശീന്ദ്രനെ കൊണ്ട് ആ തെറ്റ് തുറന്ന് സമ്മതിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ NCP കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ NCP കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള കെ ശശീന്ദ്രനെതിരെ ഉയർന്നത്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഓരോ പ്രതിനിധികളും ഈ യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ കെ ശശീന്ദ്രൻ മത്സരിക്കരുത്, പ്രായാധിക്യമാണ്, മാറി നിൽക്കണം, തുടർച്ചയായി അങ്ങ് മത്സരിക്കുന്നു, പകരം പുതിയ ഒരാളെ അവിടെ എലത്തൂരിൽ പരീക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. അന്നൊന്നും അത് ചെവിക്കൊള്ളാൻ കെ ശശീന്ദ്രൻ തയ്യാറായിരുന്നില്ല. പകരം തനിക്ക് മത്സരിക്കണം എന്നൊരു പിടിവാശി തന്നെയായിരുന്നു അദ്ദേഹം തുടർന്നത്. ആ പിടിവാശിയും ആ തന്നിഷ്ടവും ഒക്കെയാണ് ഈ തോൽവിയിലേക്ക് നയിച്ചത് എന്ന രൂക്ഷ വിമർശനമാണ് ഇന്നത്തെ NCPയുടെ ജില്ലാ നേതൃയോഗത്തിൽ, ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നത്. ഓരോ അംഗങ്ങളും കെ ശശീന്ദ്രനെ നിർത്തിപ്പൊരിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി. അത്തരത്തിലുള്ള ഒരു രൂക്ഷമായ ഒരു ചർച്ച തന്നെ നടന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ഇന്നത്തെ യോഗം അവർ നേരത്തെ അജണ്ട നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് 2 മണി കഴിഞ്ഞും, അതായത് ഇന്നത്തെ യോഗം നടന്ന വേദി, ഓഡിറ്റോറിയത്തിൻ്റെ പേര് തന്നെ വേദി എന്നാണ്, ആ യോഗ വേദി, അവിടെ ആ വേദിയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം, ആ യോഗത്തിൽ ഒക്കെ 2 മണിക്ക് മറ്റൊരു പരിപാടി അവിടെ നിശ്ചയിച്ചിരുന്നു. നക്സൽ ബാരികളുടെ ഒരു യോഗമൊക്കെ അവിടെ നിശ്ചയിച്ചിരുന്നു. ആ യോഗത്തിന് വന്നവർക്ക് പോലും NCPയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരാൻ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളത് രൂക്ഷമായ വിമർശനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ശക്തമായൊരു വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. ആ വിമർശനങ്ങളൊക്കെ താൻ ഉൾക്കൊള്ളുന്നു. ആ എലത്തൂരിലെ തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. NCPയിലെ ചർച്ചയും തർക്കവും ഒക്കെ നമ്മൾ നേരത്തെയും ഒരു പരസ്യമായി തെരുവിൽ ഉണ്ടായ തർക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണം, NCPയുടെ കോഴിക്കോട് ജില്ലാധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യവുമായി വലിയൊരു വിഭാഗം രംഗത്ത് വന്നതൊക്കെ അന്ന് കണ്ടതാണ്. അന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടിയാണ്, പിന്തുണയോടുകൂടിയാണ്, ഒപ്പം തന്നെ CPIM പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒക്കെ അനുഗ്രഹാശിസുകളോട് കൂടിയാണ് മുൻ മന്ത്രിയായിട്ടുള്ള കെ ശശീന്ദ്രൻ എലത്തൂരിൽ, തൻ്റെ തട്ടകമായിട്ടുള്ള എലത്തൂരിൽ സ്ഥാനാർത്ഥിയായി വന്നത്. വലിയ തോൽവിയാണ് വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണനോട് കെ ശശീന്ദ്രന് നേരിടേണ്ടി വന്നത്. അതിൻ്റെ ഒരു കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ്, പിഴവാണ് എന്ന് ജനങ്ങൾ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നത് കെ ശശീന്ദ്രൻ തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, ഇതിനു പുറമെ NCP ദേശീയ നേതൃത്വത്തിന്റെ നയമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയുണ്ടായി. ഈ NDAയുമായി ദേശീയ നേതൃത്വം, ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP, നിലവിൽ കേരളത്തിൽ LDFന്റെ ഭാഗമായിട്ടുള്ള NCP, ആ NCPയുടെ ദേശീയ നേതൃത്വം NDAയുമായി അടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പുതിയൊരു പാർട്ടി ആലോചിക്കണം എന്നൊരു ചർച്ച കൂടി ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു. നിലവിൽ അത്തരം സാഹചര്യമില്ല. അതുകൊണ്ട് NCP S ആയി തന്നെ ഇവിടെ തുടരും. അതല്ല, നേരെ മറിച്ച് NCP S NDAയുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ NCPയിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി വന്ന് പുതിയൊരു പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള ഒരു ചർച്ച കൂടി ഇന്നത്തെ യോഗത്തിലുണ്ടായി.